കഴിഞ്ഞ ഓണം തൂക്കിയിരുന്നത് RDX ആയിരുന്നു. അതേ സോഫിയ പോള്, അതേ ആൻ്റണി പെപ്പെ, അതേ സാം CS, അതേ സിറാജുദ്ദീനൊക്കെ ഇപ്പോൾ അടുത്തൊരു ഓണത്തിന് അതേപോലെ ഒരു അടിപ്പടമായിട്ട് വരുമ്പോൾ അതുപോലെ തൂക്കൽ നടക്കുമോ എന്നുള്ളതായിരുന്നു എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത്. കൊണ്ടൽ തികച്ചും കടലിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു സിനിമയാണ്. അജിത് മാമ്പള്ളിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ഞാൻ പറഞ്ഞില്ലേ, സാം CS, കിടു വർക്ക്, അത് പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ജിതിനും ദീപക്കും കൂടി ചേർന്നാണ് സിനിമാറ്റോഗ്രാഫി, ഗംഭീര വർക്ക്. അഭിനയിച്ചിരിക്കുന്നത് ആൻ്റണി പെപ്പെ ആസ് യൂഷ്വൽ. പിന്നെ ഷബീർ കല്ലറയ്ക്കലാണ് വില്ലൻ വേഷത്തിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ കിങ് ഓഫ് കൊത്തയിലായിരുന്നു, ഇപ്പം ഇവരുടെ കൂടെ കൂടിയിട്ടുണ്ട്. പുള്ളിയുടെ പവർ, ഒരു സീനുണ്ട്. ആ ഇടിയിൽ അറിയാം പുള്ളി എത്രമാത്രം ഹെവി ആണെന്നുള്ളത്. ആ രീതിയിൽ തന്നെ ബിൽഡപ്പ് ചെയ്ത് പുള്ളി പോയിട്ടുണ്ട്. നൈസ് ഒരു വില്ലനായിരുന്നു. പിന്നെ പ്രതിഭ എന്നുള്ള ഒരു ആക്ട്രസ്സാണ് പെപ്പയുടെ വൈഫായിട്ട് വരുന്നത്. പുതിയ കുട്ടിയാണെന്ന് തോന്നുന്നു. ഡബ്ബിങ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കുറച്ച് സ്ക്രീൻ ടൈമേ ഉള്ളൂ. പിന്നെ നമ്മുടെ രാജ്ബി ഷെട്ടിയുണ്ട്. പുള്ളിക്ക് സ്ക്രീൻ ടൈം കുറവാണ്. പുള്ളിയുടെ സ്ലാങ് പിടിച്ചിരിക്കുന്നത് ഈ പടത്തിൽ ആറ്റിങ്ങൽ, അതായത് തിരുവനന്തപുരം ജില്ലയിലാണ് സംഭവങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണിക്കുന്നത്. പക്ഷേ ഓരോരുത്തരും ഓരോ സ്ലാങ്ങാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്ബി ഷെട്ടി വന്നിട്ട് വേറെ ഏതോ ഒരു സ്ലാങ് സംസാരിക്കുന്നത്. പക്ഷേ പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ, ആസ് യൂഷ്വൽ നൈസായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. ഭയങ്കര മറ്റേ കന്നഡയിലൊക്കെ തകർക്കും പോലെ ഒന്നും തകർത്തിട്ടൊന്നുമില്ല. പിന്നെ പ്രമോദ് വെളിനാട്ടുണ്ട്. ഉഷ കുറേ ദിവസത്തിന് ശേഷം ഒരു റോളിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഇൻട്രോ സമയത്തൊക്കെയാണ് പുള്ളിക്കാരി ഉള്ളത്. ഒത്തിരി പവറുള്ള ഒരു റോളായിരുന്നു. പിന്നെ ശരത് സഭ ഉടനീളം സിനിമയിലുണ്ട്. മണികണ്ഠൻ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മണികണ്ഠൻ്റെ നല്ല അഭിനയ മുഹൂർത്തം സിനിമയിലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, സിറാജുദ്ദീൻ, നമ്മുടെ മറ്റേ RDXലുള്ള തന്നെ സിറാജ്, പുള്ളി നൈസ് ക്യാരക്ടറായിരുന്നു, അടിപൊളിയായിട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഗൗതമി നായരുണ്ട്, നന്ദു നന്നായിട്ടുണ്ടായിരുന്നു. ജയ കുറുപ്പ്, രാഹുൽ രാജഗോപാൽ, പുള്ളിക്കാരൻ ഈ സെക്കൻഡ് ഹാഫിൽ കൊട്ട വില്ലനിസമാണ്. ഇങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിക്കൽ പരിപാടിയാണ്. ഒരു പൊടിക്ക് ഇത്തിരി കുറയ്ക്കായിരുന്നു കേട്ടോ. അതിങ്ങനെ കണ്ടുകൊണ്ട് വന്ന് ലാസ്റ്റ് ആയപ്പോഴേക്കും ആ കഥാപാത്രം കോമഡി പീസ് ആയതുപോലെയാണ് എനിക്ക് തോന്നിയത്. പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പടത്തിൻ്റെ തുടക്കം കരഭാഗത്ത് നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. ക്ലീഷേ ഇൻട്രൊഡക്ഷനാണ്. പക്ഷേ അത് പെപ്പയുടെ ഒരു ഇതുണ്ടല്ലോ, പെപ്പയുടെ ഒരു ഇടിയുടെ പവർ കൊണ്ടും സാം CS പടപ്പയ്ക്കൽ കൊണ്ടും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ പെട്ടെന്ന് തന്നെ ഒരു കടലിലേക്ക് പോവുകയാണ്. പിന്നെ പടം ഫുള്ള് കടലിനകത്താണ്. അത് പല സീനുകളും ഞാനിങ്ങനെ ആലോചിച്ചു, ഇവർ ഇങ്ങനെയാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുന്നത്. അത്രയ്ക്ക് നന്നായിട്ട് അതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും പല സീനുകളും ഭയങ്കര പാടാണ്. അവിടെ തന്നെ നമ്മുടെ ഫിഷർമെൻ, അവർ കടലിൽ പോയിട്ട് വരുമ്പോൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അവർ പണിയെടുക്കണമെന്നുള്ളത് നമുക്ക് പച്ചയ്ക്ക് മനസ്സിലാവും. ഒരുപാട് അവരുടെ ഒരു ജീവിത രീതി ഇങ്ങനെ പല സിനിമയിലും അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ കാണിച്ചു പോയാണ്. അവിടെ അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ എങ്ങനെ നിർവഹിക്കുന്നു എന്നുള്ളത് ഉൾപ്പെടെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ സീനുകളൊക്കെ. അവിടെ അങ്ങനെ പോയി ഒരുപാട് ഹൈ മൊമെൻറ്റ്സ് അതിനകത്ത് വരുന്നുണ്ട്. അവിടെ തന്നെ പെപ്പയുടെ ഒരു ചവിട്ടുണ്ട്, ഒരു പൊളിയായിരുന്നു കേട്ടോ തിയേറ്ററിൽ, കിടുസാധനമായിരുന്നു. അങ്ങനെ കുറേ ഇതുമായിട്ട് പതുക്കെ ഈ ടെൻഷൻ ബിൽഡ് ചെയ്ത് വരുന്നു. ഇനി അങ്ങോട്ട് കുറച്ച് പണി ഇവിടെ നടക്കാൻ പോകണം എന്നുള്ളൊരു ഫീൽ വന്ന് നല്ല രീതിയിൽ ഹൈ ആക്കി വെച്ചിട്ടാണ് ഇതിൻ്റെ ഇൻ്റർവെൽ ബ്ലോക്ക് എത്തുന്നത്. സെക്കൻഡ് ഹാഫ് വന്ന് പിന്നെ അങ്ങോട്ട് പ്രെഡിക്റ്റബിളാണ് സാധനം. എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ നമുക്കറിയാം. ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും പോലെ തന്നെ വരുമ്പോഴും അവിടെ ഒരു ഡിഫറൻ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് എത്തുന്ന ആ സിറ്റുവേഷൻ ബിൽഡ് ചെയ്ത് വരുന്നിടത്ത്, ആ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് പ്രേക്ഷകൻ അതിനൊപ്പം സഞ്ചരിക്കണം. ഇവിടെ ആ സമയത്ത് ആ പണി അത്രയ്ക്ക് അങ്ങോട്ട് ഏറ്റതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ലെങ്ത് ഫീൽ ചെയ്തു സെക്കൻഡ് ഹാഫ്. ആ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഇത് അത് കഴിഞ്ഞു അടുത്ത് ഇത് തന്നെ. അതിനിടയ്ക്ക് ഞാൻ ഈ പറഞ്ഞില്ലേ, രാഹുൽ പുള്ളിയുടെ കഥാപാത്രത്തിൻ്റെ കുറേ സാധനങ്ങൾ കുറേയൊക്കെ കട്ട് ചെയ്തുള്ളായിരുന്നു കേട്ടോ. കുറച്ച് ലോജിക്കില്ലാത്ത സംഭവങ്ങളുണ്ട്. അത് മാത്രമല്ല നല്ല രീതിയിൽ വലിച്ചു. ആ സമയത്ത് എനിക്ക് ഞാൻ തീർച്ചയായിട്ടും ഈ പടം തിയേറ്ററിൽ പോയി കാണാനുള്ള കാഴ്ചകളുള്ള ഒരു സിനിമയായിട്ട് തന്നെ ഞാൻ പറയുള്ളൂ. പക്ഷേ ഈ പറഞ്ഞില്ലേ, നമ്മൾ ആ ഫസ്റ്റ് ഹാഫ് നിർത്തിയ ഹൈയുടെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ വലിഞ്ഞു പോയതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ക്ലൈമാക്സ് പോർഷൻസ് ഒക്കെ ഗുഡ് എന്നേ പറയാനുള്ളൂ. അവിടെ കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ഒരു നമുക്ക് തന്നെ അവന്മാരെ കയറി അടിക്കണം, പറ്റിക്കണമെന്നുള്ള ഒരു സാധനം വരണമായിരുന്നു. അത് വന്നില്ല. ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ. അവിടെ തന്നെ നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവ് ചിന്തിച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ശരിയല്ലേ എന്ന് നമ്മൾ ഇന്ന് ആലോചിച്ച് പോകുന്ന മൊമെൻറ്റ്സ് ഉണ്ട്. ഒരു കീരിയെ കൊണ്ട് കുറേ പാമ്പുകളുടെ ഇടയിൽ ഒരു എൻവലപ്പിനകത്തിട്ട് അടച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സാധനം കാണുന്നതിൻ്റെ ഒരു മൈൻഡ് പ്രിപ്പറേഷൻ ചെയ്തു വെച്ച് ഇരിക്കുകയായിരുന്നു. അതിൻ്റെ അത്ര സാധനം വന്നില്ല. എന്നാൽ കുറേ സാധനങ്ങളുണ്ട് താനും. അങ്ങനെ ഒരു പടം. എന്തരാ വരട്ടെ.